ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നാണ് നമ്മളുടെ KMCC ഇൻഡോർ ടൂർണമെന്റ്. ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ക്രിക്കറ്റ് കളി തുടങ്ങിയത് തൊട്ടെന്നല്ല, ഈ ടൂർണമെന്റ് കണ്ടത് തൊട്ട് നമുക്കൊരു ആഗ്രഹമാണ് നമുക്ക് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കണം എന്നുള്ളത്. പങ്കെടുക്കാനായിട്ട് നമുക്ക് അന്നത്തെ സാഹചര്യം പറ്റില്ല. കാരണം ഇതിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഏകദേശം 40,000 കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് ആണ്. അതെ, അതായത് ഓൾ ഇന്ത്യ ആണ്. പിന്നെ അതിൽ ഹിന്ദിക്കാരന്മാരെ കാണാൻ ചാൻസ് ഇല്ല. കാരണം ISPL നടക്കുന്നതുകൊണ്ട് കുറവായിരിക്കും. പിന്നെ ഇന്ത്യ, ഞാൻ പറഞ്ഞില്ല, ഇന്ത്യ എൻട്രി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. 40,000 രൂപയുടെ നോക്കൌട്ടാണ് മാച്ച്. ഒരു കളി തോറ്റ അപ്പം പുറത്ത് പോവാം. അതൊക്കെ കൊണ്ടും നമ്മൾ ആദ്യമൊന്നും പറ്റിയില്ല. പിന്നെ നമുക്ക് ഇപ്രാവശ്യം നമുക്കൊരു സ്പോൺസറെ കിട്ടി. UD എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കഴക്കൂട്ടത്തുള്ള ഒരു സ്പോർട്സ് വെയർ ടീഷർട്സിന്റെ ഒക്കെ ഒരു ഷോപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് അവരുടെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. അവരാണ് നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ജേഴ്സി ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ അവിടെ പോയി നമുക്ക് നല്ല ജേഴ്സിക്ക് അവിടെ സമ്മാനമുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു ഐഡിയ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മളുടെ പണ്ടത്തെ ഒരു വിന്റേജ് ക്രിക്കറ്റ് ആ ഒരു ഇതിൽ നമ്മൾ ഓഡിറ്റ്, ഞാനൊക്കെ ഒരു ഓഡിറ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കളി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തീമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു സംഭവം, യൂട്യൂബ് ചാനൽ ലോഗോ, അങ്ങനെ യൂട്യൂബ്, ഫേസ്ബുക്ക്, അതാണല്ലോ നമ്മളുടെ സ്ഥാപനം, ജോലി സ്ഥാപനം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതും പുറകിൽ അതേ സെയിം സാധനം തന്നെയാണ്. എവിടെ അമ്മ ഫസ്റ്റ് ടൈമാണ് കളിക്കാറിറങ്ങുന്നത്. നമുക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. ആകെ ഇത് കളിക്കാറിങ്ങിട്ടുള്ള ഒരു പ്ലെയർ നമ്മുടെ ടീമിലുള്ളൂ. ബാക്കി എല്ലാവരും ആ പുള്ളിയും വാർദ്ധക്യമായി. നല്ല 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 പ്രായം എന്നല്ല, കണ്ട പ്രായം തോന്നിക്കില്ലെങ്കിലും പുള്ളിക്ക് അത്ര എക്സ്പീരിയൻസ്. ബാക്കിയെല്ലാം നമ്മളെ ടീമിൽ കളിക്കുന്നവരാണ്. കാരണം നമ്മളെ ടീമിൽ കളിക്കുന്നവർക്ക് ആഗ്രഹം നമ്മൾ നിറവേറാൻ വേണ്ടി പോവാണ്. ഇല്ല, ഏറ്റവും പ്രായം കുറച്ച് എൻ്റെ അനിയനാണ്. 19 വയസ്സേ ഉള്ളൂ. 19-18 18, ജസ്റ്റ് 18 ആയതേ ഉള്ളൂ. അവന്റെ ഭാഗ്യം നോക്കണം. 18-ാം വയസ്സിൽ അവൻ ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ അവൻ നല്ലപോലെ കളിച്ചവന് ഇനി നല്ല അവസരങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ടീമിൽ നല്ലാതെ ഒരു പയ്യനെ വിളിച്ചിട്ട് അമൽ സിത്താനാണ്. അമൽ സിത്താൻ ഒരു കൊച്ചു പയ്യനാണ്, 23 വയസ്സേ ഉള്ളൂ. അപ്പൊ അവനും ഇതണക്ക് ടീമിൽ കളിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവനെ എല്ലാണ്ട് നമ്മള് പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ മദ്രാസിൽ നിന്നോ ഒരിടത്തു നിന്നും നമ്മള്, കാരണം ഈ ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് അതിൽ കളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ല കപ്പടിക്കണം എന്നുള്ള മൈൻഡല്ല, നല്ലൊരു ഗെയിം നമുക്കൊരു ഇത് എങ്ങനെയാണ് ഇതിന്റെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നതാണ്. പിന്നെ ഇതിൽ ഫസ്റ്റ് കളി നമ്മൾ ഓപ്പോസിറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ ടീമാണ് കേട്ടോ. ടോപ്പ് ടീമാണ്. അതിൽ എല്ലാ ബാറ്റ്സ്മാരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ബോളറുണ്ട്, ജിതിൻ ട്രിവാൻഡ്രം. അറിയായിരിക്കുമല്ലോ, ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. പുള്ളിയൊക്കെയാണ് എന്ന് വെച്ചാൽ നല്ല പ്ലേയേഴ്സിന്റെ എതിരെ കളിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു പ്ലെയറാണ് ഞാനും. പക്ഷെ നമ്മൾ പങ്കെടുക്കുന്ന മാച്ചുകളിലോ ടൂർണമെന്റിലോ അവരൊന്നും അങ്ങനെ വരാറില്ല. പക്ഷേ ഈ ഒരു ടൂർണമെന്റ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അതെ, KMCCയുടെ ഫസ്റ്റ് കളി നമുക്കാണ് കേട്ടോ. 9 മണിക്കാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. എന്റെ ഫസ്റ്റ് കളിയിൽ നമുക്ക് കിട്ടിയത്. അതും കിട്ടിയൊരു ടീമിന്റെ കൂടെ നമ്മൾ ഒരു കളിയെങ്കിലും അത് നമ്മൾ ജയിച്ചാൽ നമ്മൾ കപ്പടിച്ചതിന് തുല്യം. തോറ്റാലും കുഴപ്പമൊന്നുമില്ല. അത് ഒരു ഗെയിമിന്റെ പാർട്ടാണ്. നമ്മൾ നല്ല എഫോർട്ട് ഇട്ട് കളിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളവിടെ ഗെയിം നോക്കും. ബാക്കിയൊക്കെ പറഞ്ഞിടത്ത് വെച്ച് കാണാം. അപ്പൊ ഇനി നേരെ നമുക്ക് ഗ്രൗണ്ടിൽ പോകും ഗൈസ്. ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നിരുന്ന് കളിയേണ്ടത് നമ്മളാണ്. ഇനി നമുക്കിവിടെ കളിക്കാൻ, അതും നല്ല അത്യാവശ്യം നല്ലൊരു ടീമിനൂടെ നമ്മൾ കളിക്കുന്നത്. അവർ ടീമായിട്ടാണ് കളി കേട്ടോ. എല്ലാവരും ഉണ്ട്, അത്യാവശ്യം നല്ല പ്ലേയേഴ്സാണ്. നോക്കാം, നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി. ചന്ദ്രേട്ടന്റെ പ്രവചനം തെറ്റിയില്ല. നമ്മളിവിടെ കളിക്കുന്നതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് നമ്മളെ ബാറ്റിന് 10.9 സെന്റിമീറ്റർ വരാവും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഈ ബാറ്റൊക്കെ ഒന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തി എങ്കിലും ഇവിടെ അപ്രൂവൽ തരും കേട്ടോ ഇവർ. ഈ ഒരു സംഭവം ബാറ്റ് ആ സൈസിന് പക്കയായാൽ മാത്രമേ അവർ അപ്രൂവൽ തരുള്ളൂ. 2 ബാറ്റും നമ്മൾ കൊണ്ടുവന്ന 2 ബാറ്റും. അതായത് ശങ്കരേട്ടൻ കറക്റ്റ് പ്രവചിച്ചാൽ ഓക്കെ ആണെന്ന് പറഞ്ഞ് വിട്ടാണ്. ഓക്കെ ആയിട്ടുണ്ട്.
ടോസ് ജയിച്ചു guys. നമ്മൾ ടോസ് ഇനി കളിയും കൂടി ജയിച്ചാൽ ഓക്കെ. ഒരു നല്ല കളി കളിച്ചു കഴിഞ്ഞാൽ വേറെ നമ്മൾ ഫൈനൽ കളിക്കണമെന്നല്ല, ഈ ഒറ്റ കളി നല്ല ടീം, ആ ടീമിനോട് നല്ലൊരു കളി കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര് എല്ലാം എനിക്ക് തോന്നുന്നു സഞ്ജു ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിരിക്കും ഇവിടുത്തെ. നല്ലപോലെ എറിഞ്ഞാൽ നിനക്ക് നല്ല ഭാവി ചിലപ്പോൾ ഉണ്ടാവും. അതെ, നമുക്കൊന്നും ഈ പ്രായത്തിൽ അവസരം പോലും കിട്ടില്ല. നിനക്ക് അത് കിട്ടില്ല. ഫസ്റ്റ് ഓവർ സ്റ്റാർട്ടിംഗ് ആണ്. ഓവർ എറിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 100 റൺ മാക്സിമത്തിൽ പിടിച്ച് ബാക്കിയൊക്കെ കളിയാണ്. കളി ജയിക്കാൻ തോന്നും, പക്ഷെ അവർക്കൊരു നല്ല ഫൈറ്റ് കൊടുക്കാം. അല്ല, നമ്മളെ സംബന്ധിച്ച് അവർ വലിയൊരു ടീമാണ്. ആ ടീമിനെ നമ്മൾ അത്ര ഹാർഡ് കൊടുത്താൽ മതി. നമ്മൾ ബാക്കി ഒരു കളി നമ്മൾ ജയിക്കണേ, ജയിച്ചാൽ നമ്മൾ കപ്പടിക്കണം. Just 3 delivery. UD Superheroes ഡ്രാക്കുളയാണ് തുറന്നു വിട്ടിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ നരകമെന്നത് നിങ്ങൾ കാണാൻ സാധ്യത. Another one puts down. Shot again, and another one dropped. What is happening here? Shot this time. Pulled away, that's all. Oh man, that is brutal from Draco. Shot, man. Gosh. Easy. Rahul Rajivinakka kuttichariഞ്ഞപ്പോൾ powerful and gone straight to the man. Finally they have got one moment to down the ground and gone. ഒന്നാമതിൽ പാട്ടുംപാടിയുടെ 6. ഒന്നാമതിൽ പാട്ടുംപാടിയുടെ 6. Shot. That's a punch. Magnificent pickup. Yes, he spits fire. Wow, stretching, waiting, dispatching. Awful and all the way. Jumbo ചെയ്യുന്ന full delivery. Another 6 this time for Srijit. Shot man. Shot man. Kanalatta Baksham Smile Tigers. Smile മാറ്റി വെച്ച് Tigers ആയി മാറി. Not only for Kongs, everyone. Oh man. Oh man. ആ പന്തിനെ അറിയാം ഞാൻ ഇനി എവിടെ. ബ്ലോക്കിൽ വന്നതൊക്കെ ഡഗൌട്ട് ലക്ഷ്യം. 48 ബോൾ 20 എണ്ണത്തിന് കളി. 48 ബോൾ 20 എണ്ണത്തിന് കളി. Oh, that is the reason. Oh. 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 Oh, it's into the grill. Oh, that's gone downtown. Alarm. Oh. Gone again. He's already on a hat-trick Faiz. Oh man. Rahul Raji, one among the safest field. അതല്ല എന്ന് പറയാനുള്ളൊരു ശ്രമം. That's good. They are trying to improvise. Good over from Balaji as well. Powerful. Wide. Absolutely.
absolutely sweetly timed. That's 6. What is again into the memories towards the Mayub. You all know the treasurer and the senior wing president, Mr. Nizar, has joined us. That's a wonderful inspiration. Another shot. അടുത്ത മാച്ചിന് ഇറക്കുമ്പോൾ പരീക്ഷിക്കാമോ എന്ന ചോദ്യം. Another shot. അടുത്ത മാച്ചിന് ഇറക്കുമ്പോൾ പരീക്ഷിക്കാമോ എന്ന ചോദ്യവുമായി വീണ്ടും ഈ താളവും. നമ്മുടെ ടീമിലെ രാഹുലിനാണ് മോസ്റ്റ് 6 ഒരു അവാർഡുണ്ട്, അത് കിട്ടിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ 50 അടിച്ച് ഭാഗ്യവശം നമ്മൾ 47 റൺസിന് തോറ്റു. 47 അല്ല, ഒരു എത്ര പേരാണ് നമ്മൾ തോറ്റു? 47 നമ്മളെ 47 റണ്ണിന് തോറ്റു. പക്ഷേ നമ്മൾ ഫസ്റ്റ് കളി തന്നെ നമ്മൾ അതുപോലെ ടീമിനെ നമ്മൾ 100 അടിക്കാൻ പറ്റും. നമ്മൾ ടീം സ്കോർ 107 വരെ അടിച്ചു. കുഴപ്പമില്ല, നമ്മൾ ഇത്ര നല്ലപോലെ കളിക്കാൻ പറ്റിയല്ലോ. എനിക്കല്ല, അവർക്ക് കളിക്കാൻ പറ്റും. നമ്മുടെ ടീം നല്ലപോലെ കളിച്ചത് മതി. ഹേ ഗൈസ്, അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നമ്മൾ തോറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വലിയ ടീമിൻ്റെ കൂടെ നമ്മൾ 100+ അടിച്ചു. അവർ നമ്മൾ 150 അടിച്ചു, നമ്മൾ 107 റൺസ് അടിച്ചു. എന്നാലും കൊള്ളാം. നമ്മളെ ടീമിലെ ഫസ്റ്റ് കന്നി ഹാഫ് സെഞ്ചുറി അടിച്ച് മോസ്റ്റ് 6ന്റെ ഒരു ട്രോഫി കിട്ടി കേട്ടോ. ട്രോഫി അല്ല, ഒരു ഗിഫ്റ്റ് കിട്ടി. അതെന്ന് പറഞ്ഞാൽ കപ്പ് തന്നെയാണ്. നമ്മൾ കപ്പുണ്ട്, 6 കപ്പുണ്ട്. നമ്മളിതിൽ പങ്കെടുത്തതിന് നമുക്കൊരു ട്രോഫി ഉണ്ട്. ഇത് യുഡിക്ക് സ്വന്തമാണ്, യുഡിക്ക് കൊടുക്കുന്നതായിരിക്കും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ അനിയൻ 2 6 അടിച്ചു. അതൊന്ന് ഹെലികോപ്റ്റർ ആട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഇത്രയും കിടിലം ടൂർണമെൻറ്റ് പങ്കെടുക്കാൻ പറ്റിയത്. തോൽവിയും ചെയ്യുകയൊക്കെ അത് ഗെയിമിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷെ അത് നമ്മൾ ഓരോ കളിയും നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ അനീഷിന് സാഡാണ്, ഞാനും സാഡാണ്. ഞാനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കൊടുക്കാനേ പറ്റുള്ളൂ. ഒരു 26 റണ്ണ് കൊടുത്തു. എന്റെ ഒരു ക്യാച്ച് ഫസ്റ്റ് ബോൾ എല്ലാം ഞാനൊന്നും ഇല്ല, ഞാൻ 0 4 ബോൾ 0. എന്നിട്ട് ആർസം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അവിടെ നിന്ന് ഉറക്കമില്ല. പിന്നെ കുഴപ്പമില്ല, കളിയല്ലേ അത്. പിന്നെ ചെറുക്കൻ്റെ 50 ഉണ്ട് കന്നി. ഇത്ര മറ്റേ ഡ്രൈവറിയാമോ, എല്ലാ ക്ലാസ്സിലും അയ്യോ അടിക്കാൻ പറ്റും തോന്നില്ലൊളിയോ മറ്റേണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടേ 50 അടിച്ച്. അനീഷിന്റെ ഒന്നും പറയില്ല. ഫസ്റ്റ് ബോൾ ഔട്ട്, സൂപ്പർ ക്യാച്ച് പോയി. പക്ഷെ അതിലെ കിടിലം പ്ലെയറിന്റെ ക്യാച്ച് 3 ഡ്രോപ്പ് ചെയ്തു. 3 നമ്മൾ അതില് അത് ഏറ്റവും സിമ്പിൾ ക്യാച്ച് അനീഷിന്റെ. നമ്മളൊരു അടുത്ത വർഷവും നമ്മൾ വരുന്നതായിരിക്കും. എന്തായാലും ഈ പ്രാവശ്യം നമ്മളെ ജേഴ്സി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ വീഡിയോയിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു യുഡി. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ, ലവ് യു.